ആസിമ നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ഓൻ നീക്കുന്നതിന് മുന്നേ ടൗണിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞാണ് ഓൻ ഉമ്മച്ചീൻ്റെ അടുത്താക്കിയിട്ട് ഉപ്പച്ചും ഞാനും കൂടെ മോളെയും കൂട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ നിന്ന് സനും തരും കൂടി വരുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവർ റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിഞ്ഞത്. നേരം വൈകിയതിന് തന്നെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സനു കൈക്കൂലിയായിട്ട് നെയ്യപ്പൊക്കെ കൊണ്ടുവന്നു വന്നത്. അതും തിന്നുകൊണ്ട് തനുവിനെയും കാത്ത് പിന്നെയും ഒരുപാട് നേരം അവിടെ തന്നെ നിന്നു. അവസാനം ഒരു ലോഡ് സാധനങ്ങൾക്കുള്ള ലിസ്റ്റായിട്ടാണ് തനു എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാട്ടോ ആൾ ഇമ്മാതിരി കളിയൊക്കെ വണ്ടിയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ കൽപ്പറ്റ ടൗണിക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നേ. ടൗണിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് പറയും വേണ്ടല്ലോ, നല്ല ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ ഫാൻസിയിൽ നിന്ന് മോക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു. ചരട്, ഹെയർ ബാൻഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി അതൊക്കെ പാക്ക് ചെയ്ത് മേടിച്ചിട്ട് ഞങ്ങൾ കൽപ്പറ്റ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലും പോയി. അവിടുന്ന് പിന്നെ തനുവിന് ചിക്കനും കുറച്ച് സാധനങ്ങളും ഓളൊരു ലിസ്റ്റായിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്, അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചുണ്ടായിരുന്നു. പെരയിലെത്തിയപ്പോൾ ഓൾ ആകെ എല്ലാ സാധനവും ഉണ്ടോ ഇല്ലയോ, പൈസ കൊടുത്തതൊക്കെ കറക്റ്റാണ് എന്നൊക്കെയാണ് ചെക്ക് ചെയ്യട്ടോ. അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ ആദ്യമേ നല്ല ഉറക്കം